നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കർണാടക സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സംഘവും മൈസൂരിൽ താമസിച്ച ഹോട്ടൽ ബില്ലായ 80,60,000 രൂപ ഇനിയും അടയ്ക്കാത്തതിനാൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് റാഡിസൺ ബ്ലൂ പ്ലാസ ഹോട്ടൽ അറിയിച്ചിരിക്കുകയാണ്. ഒരു വർഷം കഴിഞ്ഞിട്ടും 80,60,000 രൂപയുടെ ബില്ലുകൾ തീർപ്പാക്കിയില്ലെന്നും സംഭവത്തിൽ നിയമപരമായി മുൻപോട്ട് പോകാനാണ് തീരുമാനമെന്നാണ് ഇപ്പോൾ ഹോട്ടൽ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ വിഷയം രമ്യമായി പരിഹരിക്കുമെന്ന് കർണാടക വനം മന്ത്രി ഈശ്വർ ഖഡ്രെ പ്രതികരിച്ചു. ബില്ലടയ്ക്കാൻ വൈകിയതിനാൽ 18% പലിശ സഹിതം 12,09,000 രൂപ നൽകണമെന്നാണ് ഹോട്ടലിന്റെ നിലപാട്. ജൂൺ 1 മുൻപ് 92,69,000 രൂപ നൽകിയില്ലെങ്കിൽ നിയമ നടപടിയുമായി മുൻപോട്ട് പോകുമെന്നാണ് ഹോട്ടൽ അധികൃതർ അറിയിച്ചിരിക്കുന്നത്. പ്രൊജക്ട് ടൈഗർ പദ്ധതി 50 വർഷം പിന്നിട്ടതിന്റെ ആഘോഷ പരിപാടികൾക്കാണ് മോദി മൈസൂരിലെത്തിയത്. വനവകുപ്പിനായിരുന്നു പരിപാടിയുടെ നടത്തിപ്പ് ചുമതല. ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയും കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയവും ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഹോട്ടൽ ബിൽ ആരും കൊടുക്കുമെന്നതിന്റെ പേരിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ തർക്കമുണ്ടായതിനെ തുടർന്നാണ് ബില്ലടയ്ക്കാൻ വൈകിയതെന്നാണ് വിശദീകരണം. മോദിയുടെ സന്ദർശനം ഉൾപ്പെടെ 3 കോടി രൂപയാണ് പരിപാടിക്ക് ബജറ്റ് തീരുമാനിച്ചത്. എന്നാൽ 6,33 ലക്ഷം രൂപ ചിലവായി. ഇതിൽ 3 കോടി രൂപ മാത്രമാണ് കേന്ദ്രം അനുവദിച്ചതെന്നും ബാക്കി തുക ലഭിക്കാനായി പലതവണ കത്തയച്ചെങ്കിലും ഹോട്ടൽ ബിൽ സംസ്ഥാനം വഹിക്കണമെന്നാണ് NTCA അറിയിച്ചിരിക്കുന്നതെന്നും സംസ്ഥാന സർക്കാർ പറയുന്നു. പരിപാടിയുടെ പൂർണ്ണ ഉത്തരവാദിത്തം NTCAയ്ക്കായിരുന്നുവെന്നും മന്ത്രി ഈശ്വർ ഖഡ്രെ പ്രതികരിച്ചു. കുടിശ്ശിക സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് കത്തയച്ചെങ്കിലും പ്രധാനമന്ത്രി കഴിഞ്ഞ ഹോട്ടലിലെ ബില്ലടക്കമുള്ള തുകകൾ സംസ്ഥാന സർക്കാർ കണ്ടെത്തണമെന്നാണ് ലഭിച്ച മറുപടി. രണ്ടാമതും ഇതേ വിഷയം ചൂണ്ടിക്കാട്ടി കേന്ദ്രത്തിന് കത്തയച്ചെങ്കിലും ഇതുവരെയും യാതൊരു മറുപടിയും കേന്ദ്രത്തിന് ലഭിച്ചില്ല. അതിനിടെ ഇക്കഴിഞ്ഞ 21-ന് 12 മാസം കഴിഞ്ഞിട്ടും ബില്ലുകൾ അടയ്ക്കാത്തത് ചൂണ്ടിക്കാട്ടി ഹോട്ടൽ അധികൃതർ ഡെപ്യൂട്ടി കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റിന് കത്ത് നൽകി. ആവർത്തിച്ച് ഇക്കാര്യത്തെക്കുറിച്ച് അറിഞ്ഞിട്ടും ഇപ്പോഴും തുക കൈമാറിയിട്ടില്ലെന്നും കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഇത്രയും വൈകിയതിനാൽ 18% പലിശയായ 12 ലക്ഷം രൂപയും ബില്ലിനൊപ്പം അടയ്ക്കേണ്ടതുണ്ടെന്നും ഹോട്ടൽ അധികൃതർ ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. ജൂൺ 1-നകം വിഷയത്തിൽ തീരുമാനമായില്ലെങ്കിൽ നിയമ നടപടിയുമായി മുൻപോട്ട് പോകുമെന്ന് ഉറച്ചു തന്നെയാണ് ഹോട്ടൽ അധികൃതർ. അതേസമയം കേന്ദ്ര സർക്കാർ പരിപാടിയായതിനാൽ യാതൊരു തുകയും നൽകില്ലെന്ന നിലപാടിലാണ് സംസ്ഥാന സർക്കാർ മുൻപോട്ട് പോകുന്നത്. പരിപാടി നടക്കുന്ന സമയത്ത് കർണാടകയിൽ BJP സർക്കാരായിരുന്നു ഭരണത്തിൽ. തെരഞ്ഞെടുപ്പ് സമയത്തായിരുന്നു പരിപാടി നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ആഘോഷപൂർവ്വമായിരുന്നു ചടങ്ങുകൾ. എന്നാൽ തെരഞ്ഞെടുപ്പിൽ ഭരണം മാറി കോൺഗ്രസ് അധികാരത്തിലേറി. BJP പരിപാടിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനാകില്ലെന്നാണ് ഇപ്പോഴത്തെ കോൺഗ്രസ് സർക്കാരിന്റെ നിലപാട്.